ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചായ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് ഈ ഒരു ബോണ്ടയൊന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ ചായ തിളപ്പിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. പുറം നല്ല മുരുമുരാന്നിരിക്കുന്ന ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബോണ്ട നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇഡ്ഡലി മാവ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ബോണ്ട തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇഡ്ഡലി മാവാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ 3 സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഡ്ഡലി മാവോ ദോശ മാവോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 3 സ്പൂൺ അളവിൽ റവ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാളയും പിന്നെ നമ്മുടെ കയ്യിൽ ക്യാരറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും കൂടെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇഡ്ഡലി മാവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സവാളയ്ക്കും അതുപോലെ തന്നെ അരിപ്പൊടിക്കും റവയ്ക്കും അനുസരിച്ചിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എടുത്തിട്ടുള്ളത് ഇഡ്ഡലി മാവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നനവിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ അരിപ്പൊടിയും റവയും ഒക്കെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പരുവത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താലും മതിയാവും. ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 2 മിനിറ്റ് കൈ വെച്ചിട്ട് ഒരിക്കൽ കൂടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് നല്ല സോഫ്റ്റായിട്ട് പുറം ഭാഗം മുരുമുരാന്നും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിക്കുള്ള ബോണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഒരു 2 മിനിറ്റോളം കൈ വെച്ചിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. നമ്മൾ കുഴച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കേണ്ടത്. നമുക്കിതുപോലെ കയ്യിലെടുത്ത് ഇതുപോലെ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റണം. ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് മാവെടുത്ത് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാവ് നമ്മൾ എടുക്കുന്നതിന് മുമ്പായിട്ട് കൈ ഒരല്പം വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം മാവ് നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ബോണ്ടയ്ക്കുള്ള മാവൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോണ്ടയൊക്കെ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഒരേപോലെ ഒരു കളറിൽ കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മുടെ ബോണ്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് കളറായി നല്ലൊരു ഗോൾഡൻ കളറായി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബോണ്ടയും ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ രാവിലത്തെ ദോശമാവോ ഇഡ്ഡലി മാവോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് ചായക്കടി ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.